നമസ്കാരം. കേരളത്തിൽ 5 പുതിയ ദേശീയപാതകൾക്ക് പദ്ധതിരേഖ തയ്യാറാക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ച ആവശ്യത്തെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്തെ കൂടുതൽ പാതകൾ ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന് ആവശ്യപ്പെടുകയും അതിനുള്ള വിശദമായ നിർദ്ദേശം സംസ്ഥാന സർക്കാർ സമർപ്പിക്കുകയും ചെയ്തിരുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ തുടർച്ചയായ ഇടപെടലിന്റെ ഭാഗമായി രാമനാട്ടുകര കോഴിക്കോട് എയർപോർട്ട് റോഡ്, കണ്ണൂർ വിമാനത്താവള റോഡ്, കൊടുങ്ങല്ലൂർ അങ്കമാലി റോഡ്, വൈപ്പിൻ മത്സ്യഫെഡ്, ടൂറിസ്റ്റ് ഓഫീസ് റോഡ് എന്നിവ ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതിരേഖ തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. കൊച്ചി മധുര ദേശീയപാതയിൽ കോതമംഗലം മൂവാറ്റുപുഴ ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള പദ്ധതിരേഖയും തയ്യാറാക്കുകയാണ്. ജനങ്ങളുടെ ദീർഘകാലത്തെ സ്വപ്നമായ പാതകളുടെ വികസനം യാഥാർത്ഥ്യമാക്കുവാൻ ഇടപെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും നന്ദി അറിയിക്കുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയെ ഡൽഹിയിൽ സന്ദർശിച്ച ഘട്ടത്തിൽ കൂടുതൽ പാതകൾ ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്തണം എന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അറിയിച്ചിരുന്നു. അതിനുള്ള വിശദമായ നിർദ്ദേശവും സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ 5 പുതിയ ദേശീയപാതകളുടെ പദ്ധതിരേഖ തയ്യാറാക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ദീർഘകാലത്തെ മലബാറിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്ന രാമനാട്ടുകര കോഴിക്കോട് എയർപോർട്ട് റോഡ് സംസ്ഥാന സർക്കാരിന്റെ തുടർച്ചയായ ഇടപെടലിന്റെ ഭാഗമായി ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടാതെ കണ്ണൂർ വിമാനത്താവള റോഡ്, അതായത് ചൊവ്വ മട്ടന്നൂർ, കൊടുങ്ങല്ലൂർ അങ്കമാലി, വൈപ്പിൻ മത്സ്യഫെഡ്, ടൂറിസ്റ്റ് ഓഫീസ് റോഡ് എന്നിവയും ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള പദ്ധതിരേഖ തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം കൊച്ചി മധുര ദേശീയപാതയിൽ കോതമംഗലം മൂവാറ്റുപുഴ ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള പദ്ധതിരേഖയും തയ്യാറാക്കുകയാണ്. ജനങ്ങളുടെ ദീർഘകാലത്തെ സ്വപ്നമാണ് ഈ പാതകളുടെ വികസനം. ഇത് യാഥാർത്ഥ്യമാക്കുവാൻ എല്ലാ സഹായവും നൽകിയ ബഹുമാനപ്പെട്ട കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും പൊതുമരാമത്ത് വകുപ്പിന്റെ നന്ദി അറിയിക്കുന്നു. കേരളത്തിന്റെ ഗതാഗത രംഗത്ത് കുതിച്ചുചാട്ടമുണ്ടാക്കുന്ന കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാത 66ന്റെ 560 കിലോമീറ്റർ 2026 മാർച്ചോടെ പൂർത്തിയാകും. 480 കിലോമീറ്റർ ഡിസംബറോടെ പൂർത്തിയാകും. ആകെയുള്ള 642 കിലോമീറ്ററിൽ 444 കിലോമീറ്റർ ഇതിനോടകം 6 വരിയായി നിർമ്മിച്ചു. ഇതിനു പിന്നാലെയാണ് പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. വടകര, തുറവൂർ, തിരുവനന്തപുരം ഉൾപ്പെടെ ചില സ്ഥലങ്ങളിൽ പ്രവൃത്തി മന്ദഗതിയിലാണ്. മെല്ലെപ്പോക്ക് നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതും അതോറിറ്റി സമ്മതിച്ചുവെന്നതാണ് സൂചന.